ഇനി പൂരക്കാലം വരികയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ അടുത്ത മാസം 6-ാം തീയതിയാണ് വിഖ്യാതമായ തൃശ്ശൂർ പൂരം. പൂരം കവർ ചെയ്യാനുള്ള എല്ലാവിധമായ ഒരുക്കങ്ങളും 24 ചെയ്തു കഴിഞ്ഞു. പ്രേക്ഷകരിലേക്ക് പൂരത്തിൻ്റെ ഓരോ ആവേശവും സന്നിവേശിപ്പിക്കാൻ എല്ലാ നീക്കങ്ങളും നമ്മൾ നടത്തും. ഇനിയുള്ള നാളുകൾ പൂരത്തിൻ്റേതാണ്. ഇനി പൂരക്കാലം. കഴിഞ്ഞ കൊല്ലത്തെ പൂരം ദാന്ന് പറഞ്ഞു പോയ പോലെ ഉണ്ട്. ഒരു കൊല്ലം പോയ പോക്കേ. കഴിഞ്ഞ കൊല്ലത്ത് നമ്മുടെ പല ഡിസിഷനും പാളിയായി പോയി. പക്ഷെ ഇക്കൊല്ലം നമ്മൾ പൂരം പൊളിയായി നടത്തും. നടന്നാ പോരടാ, നല്ല സ്മാർട്ടായിട്ട് ഓടണം കാര്യങ്ങൾ. നീ കണ്ടോ, ഇക്കൊല്ലം നമ്മൾ പൊള്ളിക്കും. കഴിഞ്ഞ കൊല്ലം സൂര്യചാട്ടൻ വീട്ടിൽ നിന്ന് പറഞ്ഞത് കേട്ടാ. നീ നോക്കിയേ, ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. ഈ പറമ്പിന് ചുറ്റും ഒരു സിറ്റി. പൂരമായ പിന്നെ ടൗൺ മുഴുവൻ ഒരു പൂരപ്പറമ്പ്. ലോകത്ത് എവിടെയുണ്ടാ ഇങ്ങനൊരു സെറ്റപ്പ്? ഇനി അങ്ങോട്ട് കംപ്ലീറ്റ് പോസിറ്റീവാടാ. നീ കണ്ടു നോക്ക്. മുപ്പതിനാണ് തിരുവമ്പാടിയിലും പാറമേക്കാവിലും കൊടിയേറുക. 8 കടകക്ഷേത്രങ്ങളിലും കൊടിയേറുന്നത് അന്നേനാണ് കേട്ടാ. എന്നാ സാമ്പിള് 4-ാം തീയതി വൈകുന്നേരമാണ് തിരുവമ്പാടിയുടെ പാറമേക്കാവിന്റെ സാമ്പിള്. കണ്ടതൊന്നുമല്ല, സസ്പെൻസ് തന്നെ സസ്പെൻസ്. 7-ാം തീയതി പുലർച്ചെയാണ് മെയിൻ വെടിക്കെട്ട്. പൂരിക്കും തൃശ്ശൂർ പേട്ടയ്ക്കും. അഞ്ചിനാന്നിട്ട പൂര വിളംബരം. ആരായി തെക്കേ നട തുറന്ന് വരിക? അതന്നെ, എറണാകുളം ശിവകുമാർ തെക്കേ നട തുറന്ന് ഇങ്ങോട്ടൊരു വരവുണ്ട്. അത് കഴിഞ്ഞ് നിലപാട് തറയിലെത്തി 3 തവണ ശങ്ക വിളിച്ച പൂര വിളംബരായി. ആറിനാണ് നമ്മുടെ പൂരം. ആദ്യം കണിമംഗലം ശാസ്താവിന്റെ വരവാണ്. എന്തുട്ടാ? അതായത് കണിമംഗലം ശാസ്താവ് വരുമ്പോ വെയിലും കൊള്ളാൻ പാടില്ല, മഴയും കൊള്ളാൻ പാടില്ല. അതന്നെട്ടാ, വെയിലും മഴയും കൊള്ളാതെ കണിമംഗലം ശാസ്താവിന്റെ ഒരു വരവുണ്ട്. പിന്നെ ഓരോ കടകക്ഷേത്രങ്ങളിൽ നിന്നുള്ള പൂരങ്ങളുടെ വരവാണ്. 2:30-ക്ക് എലഞ്ഞിത്തറ മേളം. പിന്നെ തെക്കോട്ടിറക്കായി, കൊടമാറ്റായി, പുലർച്ചെ കൂട്ട പൊരിച്ചിലായി. അങ്ങനെ ആകെ തിമിർക്കും. എന്തുട്ടാ വിഷ്ണു ഇത്തവണത്തെ സെറ്റപ്പ്? പൊളിയല്ലേ, എല്ലാരും പറഞ്ഞേട്ടാ.